ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് കടയിലൊക്കെ പോയി വന്നതാട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനി. പിന്നെ നന്ദുമോളെ കോളേജിലേക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് കാര്യങ്ങൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയി. അപ്പം മീനൊന്നും കിട്ടിയിട്ടില്ലേനി. അപ്പം മീൻ വാങ്ങാൻ പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കേബേജ്, പച്ചമുളക്, കറിവേപ്പിൻ്റെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. വീഡിയോയിൽ എന്നും പോയി വരാൻ എന്താ പറയുക, സിനേട്ട അവിടെ ഇല്ലല്ലോ, തൃശ്ശൂരിൽ പണിക്ക് പോയതല്ലേ. പിന്നെ മോൻ കോളേജിട്ട് വന്നാൽ ചിലപ്പോൾ അവന് പോകാൻ മടിയൊക്കെയാണ്. പിന്നെ അവൻ അങ്ങനെ പറഞ്ഞയക്കാൻ നിൽക്കൂല. അപ്പം ഞാൻ തന്നെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി. കാരണം ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളും എടുക്കാണ്ട്. അപ്പം ഞാൻ തന്നെ പോയാൽ ശരിയാവുള്ളൂ ചോദിച്ച് ഞാൻ ഇറങ്ങി. അപ്പം സമയം 12 മണി ആവാനായി. കറിയൊക്കെ വെച്ചിട്ട് വേണം നായക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട്. അപ്പം എന്താ പറയുക, കറി വെക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ മുറിക്കാം. അയലയും മത്തിയും കിട്ടീന്. മത്തി എടുത്ത് വെച്ച്. അപ്പോൾ അയല മുറിച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ മീൻ മുറിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും നമ്മുടെ ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും മീൻ മുറിക്കട്ടെ കേട്ടോ. അയിലയാണ് കിട്ടിയത്. അതൊന്ന് മുറിച്ചെടുക്കട്ടെ. വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ചേ ഉള്ളൂ, ഒരു 6 അയില. അപ്പോൾ ഞങ്ങൾക്കിത് മതി. ഞാനും അമ്മയും മക്കളല്ലേ ഉള്ളൂ. നായ്ക്കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ പിന്നെ വേഗം മുറിച്ച് കറിയൊക്കെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ മീൻ മുറിക്കാം അല്ലേ. മീൻ മുറിക്കട്ടെ. സമയം നേരെ വൈകിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ അന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് മണ്ണൂർ വളവിലൊക്കെ പോകാനുള്ളതുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് സമയം കുറേ ആവും. അപ്പോൾ എന്തായാലും വേഗം രാവിലെ എണീച്ച് പിന്നെ ചായയും റവപ്പുട്ടും ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് മക്കൾ പോയി, അമ്മ പോയി. പിന്നെ സിനേട്ടൻ ഫോൺ വിളിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയത് എന്താ പറയുക, ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ ഓരോ പണിയെടുക്കും. ഓരോ ദിവസം ഓരോ പണിയെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്ക് ഓരോ ടൈം ടേബിൾ പോലെ കേട്ടോ. ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന പണി കഴിയണം എന്നുള്ളൊരു ഇതിലെടുക്കും. പക്ഷെ എങ്ങനെ പണിയെടുക്കാൻ നോക്കിയാലും ചില ദിവസം പണി നേരത്തെ കഴിയൂല. നമ്മൾ ഉച്ചയ്ക്ക് ലൈവ് ഇടണ സമയമാകുമ്പോഴേക്ക് ആ 1:30 സമയമൊക്കെ ആകുമ്പോഴേക്ക് പണി തീരുള്ളൂ. ചില ദിവസം അതിന് വേണ്ടി നേരത്തെ തീരും. എന്താ അറിയില്ല, എത്ര പണിയെടുത്താലും പണി തീരാത്ത പോലെയാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് വേഗം പണിയൊക്കെ തീർക്കട്ടെ. അങ്ങനെ രാവിലെ തന്നെ വേഗം പണിയൊക്കെ തീർത്തിട്ട് ഞാൻ പോയി. ഒരു 10 മണി 10:15 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണോട്ട് പോയി. അവിടെ തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മണ്ണൂർ വളവ് വരെ നടക്കണം. ഇവിടുന്ന് മണ്ണൂർ വളവ് വരെ നടക്കുക പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. ഒരു എന്താ 1/4 മണിക്കൂറിലും കൂടുതൽ തന്നെ ഉണ്ട്. അപ്പം നല്ല നേരം വൈകും പോയി വരുമ്പോൾ. ഓട്ടോയ്ക്കൊന്നും ഞാൻ അങ്ങനെ പോകില്ല. എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ വണ്ടി വിളിച്ച് പോവുക അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നടന്നിട്ട് പോവും, നടന്നിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ അപ്പം വരുമ്പോൾ മീൻ വാങ്ങി, ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്ത് കടയിൽ കയറി കുറച്ച് സാധനം വാങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങി അങ്ങനെ പോകുന്നതാണ്. ഇവിടെ എത്തുമ്പോഴേക്ക് പാപ്പു നല്ല കുരയാണ്, റോക്കിമോ നല്ല കുരയാണ്. വിശന്നിട്ടാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കറി വെച്ചിട്ട് വേണം ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. കറണ്ട് ഇവിടെ റോഡ് പണിയൊക്കെ നടക്കണ കാരണേ കറണ്ട് ഇല്ല. കാരണം അത് മറ്റേ എന്താ പറയുക, ട്രാൻസ്ഫോമറിൻ്റെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കറണ്ട് ഇല്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്താണെന്നും എനിക്ക് അറിയില്ല. ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചതാണ്. അപ്പം അങ്ങനെ ചെറിയൊരു വ്ളോഗ്, എല്ലാവരും 2 ദിവസമായിട്ട് വ്ളോഗ് ഇടാത്തതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ്, എന്താ വ്ളോഗ് ഇടാത്തേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് ഇടാൻ വിചാരിച്ചത്. കറണ്ട് ഇല്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ വൈകുന്നേരമാവും. 1-2 ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വൈഫൈ വർക്ക് ചെയ്യുള്ളൂ. അതിലാർക്കും അറിയില്ലേ. അപ്പം വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ആവുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ലൈവ് ഇടാനും കഴിയില്ല, കറണ്ട് ഇല്ലാത്ത കാരണം. നെറ്റ് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ ഷോർട്സും വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കാണണം കേട്ടോ വീഡിയോസൊക്കെ. ഇനി നമുക്കിത് മുറിച്ചിട്ട് കറിയൊക്കെ വെക്കണം. എന്തായാലും ഞാൻ മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടോ. അയില കണ്ടില്ലേ മുറിക്കണതൊക്കെ. അപ്പോൾ അത് 6 അയില കുട്ടികളുണ്ട്. ഇനി അയിലൊക്കെ മുറിച്ചിന്. ഇനി അതിലേക്ക് വേണ്ട സാധനം ഒരു വലിയ തക്കാളി എടുത്തിട്ടോ, ഒരു 3 പച്ചമുളക്, ഒരു വലിയ ഉള്ളീൻ്റെ കഷ്ണം. ഇത് മതി. കാരണം ഓവറായിട്ട് എടുത്താൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാട്ടോ. എന്നാൽ പിന്നെ നമ്മൾ വോയിസ് കൊടുക്കണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കൽ, പിന്നെയും വോയിസ് കൊടുക്കുമ്പോൾ അത് എന്താ പറയുക ശരിയാവാൻ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുക ഭയങ്കര റിസ്ക് ആണെന്നേ. എല്ലാവരും വിചാരം യൂട്യൂബിൽ നിന്ന് വെറുതെ പൈസ കിട്ടുന്ന, ഒരിക്കലില്ല. അത് എന്താ പറയുക, യൂട്യൂബ് ചാനലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം യൂട്യൂബ് നമുക്ക് ഒരിക്കലും വെറുതെ പൈസ കിട്ടില്ല. നല്ലോണം മെനക്കെട്ടാൽ തന്നെ പൈസ കിട്ടുള്ളൂ. അപ്പം
ഒരുപാട് ആൾക്കാരൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് ഭയങ്കര നല്ല പൈസയാണ്, ഈ യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമാണെന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നല്ല ക്യാഷ് ഉള്ളവരായിട്ട് അറിയപ്പെടുമല്ലോ. കാരണം കയ്യിൽ 5 പൈസയില്ലേലും നമ്മൾ വലിയ കാശുകാരായിട്ടൊക്കെ അറിയപ്പെടും. അപ്പം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇമ്പൊക്കെ അറിയുള്ളൂ. പിന്നെ ഒരു ചൊല്ലുണ്ട്, പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അത് എന്താ പറയുക, പഴയ ആൾക്കാരൊക്കെ പറയണേ ഞാൻ കേട്ടിന്. ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും അത് വല്ലാണ്ട് അറിയില്ല. അതുപോലെയാണ് നമ്മളെ കാര്യമൊക്കെ അറിയുള്ളൂ. എല്ലാവരെയും ബോധ്യപ്പെടുത്താനും ഒന്നും നമുക്ക് സമയമില്ല, അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്താനും നിൽക്കലില്ല. ഒരു കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് കേട്ടുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയ കുറേ ആളുകളുണ്ട്. എല്ലാം കേട്ട് സഹിച്ച് ഒന്നിലേക്ക് ഇടപെടാതെ ഞാനിങ്ങനെ എന്താ പറയുക, സ്വയം മനസ്സിനെ പാകപ്പെടുത്തി പറയുന്നവരൊക്കെ പറയട്ടെ, മൈൻഡ് ചെയ്യണ്ടെന്ന് ഇങ്ങനെ മനസ്സിനോട് പറയും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വായ കഴിക്കുമ്പോൾ അത് നിർത്തിക്കോളും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ അത് നിർത്തിക്കോളും എന്ന് ഞാൻ തന്നെ സ്വയം പറയും. അതുപോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് ഞാൻ വലിയൊരാൾ, ഞാൻ അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി, അത്രയും വരുമാനമായി, ഒക്കെ വലിയ ജാടയാണ് ഇപ്പോൾ എന്നൊക്കെ ഒരുപാട് പേര് പറയണത് ഞാൻ നേരിട്ടും കേട്ട് നേരിട്ടല്ലാതെയും കേട്ട്. പിന്നെ എന്നെ അറിയണ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുന്നല്ല, ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ സ്നേഹിതികളെന്ന് പറയാൻ എനിക്ക് അത്ര വലിയ സ്നേഹിതികളൊന്നുമില്ല. പക്ഷെ 1-2 ആൾക്കാരും എന്നോട് പറഞ്ഞു, എൻ്റെ ചാനലിനെ പറ്റിയിട്ട് വരെ എന്നോട് പറഞ്ഞു തന്നിട്ടോ. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, നിങ്ങളത് വിശ്വസിക്കാനും വിശ്വസിച്ചോളി പറഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല കേട്ടോ പറയുന്നത്, പുറമേ ഉള്ള കാര്യങ്ങൾ. എന്നെ അറിയുന്നവർക്കും എന്നെ ഇഷ്ടമുള്ളവർക്കും ഞാൻ ആരാണെന്ന് അറിയുന്നവർക്കും എന്നെ ചെറിയൊരു ഇഷ്ടം മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നപ്പം പറഞ്ഞേന്നുള്ളൂ. നമുക്ക് എന്തായാലും വേഗം അയിലക്കറി വയ്ക്കാം. യൂട്യൂബ് ചാനൽ ഉണ്ടിച്ചിട്ട് എല്ലാവരും പൈസക്കാരായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ റീച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ വ്യൂ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സബ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വരുമാനം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല, ഒന്നുമില്ല. ഒക്കെ ഓരോ ഭാഗ്യം അനുസരിച്ചിരിക്കും. യൂട്യൂബിലൂടെ രക്ഷപ്പെട്ടവർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒക്കെ ദൈവം ഒരു നിമിഷം വിചാരിച്ചെല്ലാം നടക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ദൈവം വിചാരിക്കണില്ല, അത്രയ്ക്ക് തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ജീവിതം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മൂടി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നടക്കുന്ന ആളൊന്നല്ല. എന്നാലും പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ എല്ലാവരുമായിട്ടും വെളിപ്പെടുത്തി പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയൂല, പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാം നമ്മളെ കുടുംബകാര്യങ്ങളും വിറ്റിട്ട് റീച്ചാക്കിയിട്ട് ചാനൽ മുന്നോട്ട് പോകണം, അങ്ങനെയുള്ള ചിന്താഗതികളും ഒന്നും എനിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ചാനലിൻ്റെ കാര്യങ്ങളും. അതൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ചാനൽ എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ്, എന്ത് വീഡിയോ ആണ്, ആരെ പറ്റിയെങ്കിലും കുറ്റം പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ ആണോ, നമ്മൾ റിയാക്ഷൻ വീഡിയോ ആട്ടോ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ വീഡിയോ ആണോ കാര്യങ്ങളാണെന്നൊക്കെ. പക്ഷെ എന്നെ പറ്റി ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്തു. ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്തില്ല. ഓരോരോ വഴിക്ക് ജീവിക്കട്ടെ, കുമ്പള വഴിക്ക് ജീവിക്കാം അല്ലേ. എന്തായാലും നമുക്ക് അയിലക്കറി ഉണ്ടാക്കാം അല്ലേ, കാണണ്ടേ, കാണാം. അപ്പോൾ കറി വെക്കണത് ഗ്യാസുമിലേക്ക് ആക്കിട്ടോ. കറി വെക്കാന്ന് പറഞ്ഞാലേ, ഞാൻ രാവിലെ ചോറൊക്കെ വെച്ചിട്ട് പോയി വന്നപ്പോഴേക്ക് തീയൊക്കെ കെട്ട് നാശമായി അടുപ്പിലുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ഗ്യാസുമിൽ വെക്കാൻ വിചാരിച്ചു. ഇനി തീ പിടിപ്പിച്ചെടുക്കാൻ സമയമില്ല. നായ്ക്കുട്ടികൾക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട്, 2 ആളും കരച്ചിലൊക്കെ തുടങ്ങിയിരുന്നു. അപ്പം ഇനി അത് കാത്തിരുന്നിട്ട് കാര്യമില്ല, അത് ഊതി തീയൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയമാകും. അപ്പം ഞാൻ ഈ അയിലക്കറി ഉണ്ടാക്കുകയാണ്. ഞാൻ കറികൾ ഉണ്ടാക്കണതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് കറി ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ. അപ്പം ചെറിയൊരു അയിലക്കറി ഉണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടോ. ഉലുവ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണേ. ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ പെരിഞ്ചീരകമൊക്കെ. പക്ഷേ ചില സമയം എനിക്കൊരു മൂഡ് തോന്നണം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തേ. വെളുത്തുള്ളി ഞാൻ ഇന്ന് ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നേരേക്ക് പൊട്ടിത്തെറിക്കുമെന്നുള്ള നല്ല പേടിയുണ്ട്. ഇങ്ങനെ വെളുത്തുള്ളി ഒന്നിങ്ങനെ മൂപ്പിക്കട്ടെ കേട്ടോ. ഇനി ഞാൻ എന്തോ ചതയ്ക്കാതെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അത് ഏകദേശം കളറൊക്കെ മാറി കേട്ടോ. ഇനി നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതൊന്ന് വഴന്ന് വരണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കറിയൊക്കെ വെക്കുമ്പം വേഗം അങ്ങോട്ട് ഉപ്പിട്ട് കൊടുക്കും അല്ലേ. പെണ്ണുങ്ങൾ നല്ലട്ടോ, എല്ലാവരും ഇട്ട് കൊടുക്കും, ചിലവർ ഇടൂല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ഒന്ന് റെഡി ആയിട്ടൊക്കെ ഉപ്പിടുള്ളൂ. പക്ഷെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല, എന്തോ ഒരു അസ്വസ്ഥത പോലെ. പിന്നെ നമുക്ക് അതിൽ ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ വേറെ എടുത്താൽ മതി എന്നല്ലേ ഉള്ളൂ. എന്തായാലും ഇത് വഴന്ന് വരുമ്പോഴേക്കേ
ഞാൻ ആ കേബേജ് ഒന്ന് മുറിച്ചെടുക്കട്ടെ. നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കട്ടോ. ഞാനിപ്പോൾ ഈ കേബേജ് ഒന്ന് പകുതി മുറിക്കട്ടെ. പകുതി ഇന്ന് കൊടുക്കാം, പകുതി പിന്നെ ഒരു ദിവസം എടുക്കാം. അങ്ങനെ ഉപ്പേരി വെക്കാനും ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പോയി വാങ്ങിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ഇവിടുന്ന് കുറച്ച് പീടിയിലേക്ക് എൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോകണം. അതുകൊണ്ട് പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി ഒന്ന് മുറിക്കട്ടെ. അപ്പോഴേക്ക് ഇതൊന്ന് വഴന്ന് വരട്ടെ. ബാക്കി അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി മുളക് പൊടി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോഴേക്ക് ഞാൻ കേബേജ് കരിഞ്ഞെടുത്തിട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റി റെഡി ആയിനെ, വെന്തണം. നല്ലോണം തക്കാളിയും പച്ചമുളകൊക്കെ വെന്തണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഓരോരുത്തരെ എന്താ പറയുക എരിവ് അനുസരിച്ചല്ലേ ഇട്ട് കൊടുക്കുക. അത് 2 ടീസ്പൂൺ 3 ടീസ്പൂൺ ഒന്നും നമ്മൾ പറയണ്ട. അത് ഓരോരുത്തർക്കുള്ള എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എരിവ് അനുസരിച്ച് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഫിഷിൻ്റെ മസാല ഉണ്ട്. ഫിഷ് മസാല വാങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിന് കുറച്ച് മുന്നേ ഉപയോഗിച്ചപ്പോഴേ ഇപ്പോൾ ഈ കറി വെക്കുമ്പോൾ ഇത് ഇടാൻ ഞാൻ എന്തോ പോലെയാണ്. പക്ഷെ ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പോലെ വെക്കും കേട്ടോ. ഉള്ള സമയത്ത് ഉള്ള പോലെ വെക്കും, ഇത് ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പോലെ വെക്കും അങ്ങനെ. അപ്പോൾ ഇന്നാൾ ഒരു വലിയ പാക്കറ്റ് വാങ്ങിയതാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ഇടുന്നതുകൊണ്ട് നല്ലോണം ഈട് നിൽക്കും. അപ്പോൾ ഞാൻ അത് ഇടലുണ്ട് കേട്ടോ അപ്പോൾ കറിയിൽ. അപ്പോൾ ഇനി എന്താ പറയുക ഈ മസാല ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാലയൊക്കെ ഒന്ന് ചൂടായി റെഡിയായി. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടേ ഉള്ളൂ. പുളി ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വരെ വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് കരിഞ്ഞു പോകും മസാല. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. പുളി ഈ വെള്ളം തികയൂല കേട്ടോ. കുറച്ച് തിളച്ച വെള്ളം ഉണ്ട് അടുപ്പത്ത്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ വോയിസ് കൊടുത്തിട്ട് കറിയൊക്കെ വെക്കണതും നമ്മളെ അടുക്കളയിലെ പണിയൊക്കെ എടുക്കുന്നതാണോ എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ സാധാ പോലത്തെ വോയിസ് ഓവർ കൊടുക്കണതാണോ അതാണോ ഇഷ്ടം എന്നൊക്കെ പറയണേ. അപ്പോൾ താല്പര്യം നോക്കാമല്ലോ അല്ലേ. കുറേ കൂട്ടുകാർക്ക് ഓരോരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ, അത് നോക്കാം. അപ്പോൾ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം തികയൂല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ. ചൂടുവെള്ളം എടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി പെട്ടെന്ന് തിളച്ച് വരാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഇതൊക്കെ നോക്കണ്ടേ, നോക്കി നോക്കുക എന്താ പാട് എന്ന്. കുഴപ്പമില്ല, ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കട്ടെ. എന്നാൽ പെട്ടെന്ന് പണി കഴിഞ്ഞല്ലോ. ചീനച്ചട്ടി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടോ. നമ്മളെ കറി തിളക്കണമുണ്ട്. ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉപ്പേരി നമുക്ക് ഓയിലിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈട് നിൽക്കുള്ളൂ അല്ലേ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആകെ പണി പാടും. അപ്പം ഞാൻ ഓയിലാണ് കേട്ടോ അധികം സാധനമൊക്കെ ഉണ്ടാക്കുക. കറിയിലേക്കൊക്കെയാണ് പിന്നെയും ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഞാൻ ഓയിൽ തന്നെ ഉപയോഗിക്കും. അതിലൊന്നൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചീനച്ചട്ടിയിലേ വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചിരുന്നു. ഞാൻ അതൊന്ന് ചൂടായിട്ടല്ലേ കടുകിടാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ വെയിറ്റിങ്ങിന് അപ്പോഴേക്കും നമ്മൾ കറി തിളച്ചിരുന്നു. കറി തിളച്ച് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ എടുത്തിട്ട് വരാം. മീനിട്ട് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ ഒരു മൈക്ക് വാങ്ങി വെച്ചിരുന്നു കേട്ടോ. വാങ്ങി വെച്ചിട്ട് ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി. പക്ഷേ അത് ഈ പുതിയ ഫോണ്, ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഫോണുണ്ടല്ലോ, അതിലേക്ക് കണക്റ്റ് ആവണില്ല. അതുകൊണ്ട് ആ മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇനി അത് എന്താ പറയുക ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്, അത് വാങ്ങി കടയിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്യിപ്പിക്കണം. അപ്പം ഫറോക്കിൽ നിന്ന് വാങ്ങിയതാണ്. ഫറോക്കിലൊന്ന് പോയിട്ട് അതൊന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ടൊക്കെ ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഓയിൽ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടോ. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കുക അല്ലേ. ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. അത് ചില സമയത്തൊക്കെ ഒന്ന് തോന്നുമ്പോൾ ഇടുന്നല്ലാണ്ട് ഞാൻ എപ്പോഴും ഉള്ളി ഒന്നും ഇട്ടിട്ടല്ലേ കേട്ടോ ഉപ്പേരിൻ്റെ ഒക്കെ. അപ്പം ഇനിയിപ്പം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
അപ്പോൾ കറി ഒന്നായിട്ട് വേണം, കറി ചൂടാറാൻ വെച്ചിട്ടൊക്കെ വേണം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പം അത് മേശമ്മൽ ചോറിൽ ഒഴിച്ചിട്ട് കൊണ്ടുവയ്ക്കും. ഇന്ന് ഫാനും ഇല്ല ചൂടാറാൻ വേണ്ടിയിട്ട്. ഫാനില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കറണ്ടില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അപ്പോഴേ അവിടെ കൊണ്ടുപോയി ഒഴിച്ചേക്കണം. പിന്നെ എനിക്കും ഒരു വിശപ്പൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ ഉണ്ടാക്കിയ റവപ്പുട്ടുണ്ട്. അപ്പം ഞാൻ മീൻകറി ആയാൽ റവപ്പുട്ടും മീൻകറി തിന്നു അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ വിശേഷങ്ങളൊക്കെ. അപ്പം ഞാനിന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ എനിക്കൊരു ആഗ്രഹം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്തതാട്ടോ. ഇനി ഇതൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ, നമുക്ക് അടി കഴിയും. വെള്ളം വെക്കാതൊക്കെയാണ് ഉപ്പേരി ഉണ്ടാക്കുക. പക്ഷെ ഞാൻ വെള്ളം തളിച്ച് കൊടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഉപ്പേരി അടി പിടിക്കും. ആദ്യം വേവും അതൊക്കെ സംഭവം ശരിയാണ്, പക്ഷെ ഇല്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ള കളർ ഉപ്പേരി വേണ്ടവർക്ക് വെള്ളയായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ എന്താ പറയുക, എനിക്ക് കേബേജ് ഒരു ചെറിയൊരു മഞ്ഞ കളറായിട്ട്, ഓവർ മഞ്ഞയിൽ ചെറുതായിട്ടൊരു മഞ്ഞ കളറായിട്ട് കാണാതാണ് ഇഷ്ടം. അപ്പം ഞാൻ ചെറിയൊരു കുഞ്ഞി ഒരു പൊടി എന്താ അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആക്കി കൊടുക്കും. ഇനി അതൊന്ന് റെഡി ആവണം. അത് റെഡി ആവണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു മൂടി ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കൊടുക്കട്ടെ, ആവിയിലൊക്കെ കിടന്ന് വേവട്ടെ. അപ്പോൾ തിരി എന്താ പറയുക, തീ കുറച്ചൊന്ന് താത്തി കൊടുക്കാം, അതിൽ കിടന്ന് വേവട്ടെ. നമ്മളെ കറി ഇവിടെ റെഡിയായി. മീനൊക്കെ ഏകദേശം വെന്തിന് കേട്ടോ. അതിലേക്കൊന്നും അതിനത്രയും വേവില്ലല്ലോ, അതുകൊണ്ട് തന്നെ നോക്കട്ടെ. മീനിലേക്ക് സൂപ്പർ തന്നെ, നല്ല രസമുണ്ട്. ഞാൻ വെച്ചുകൊണ്ട് പറയില്ല കേട്ടോ, കറി അടിപൊളിയാണ്. രസമൊക്കെ ഉണ്ട്. ഞാൻ ഓവർ ഒരു കുക്കിംഗ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയുന്ന ആളല്ല. നമ്മളൊക്കെ സാധാരണ ഒരു ചെറിയൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാൾക്കാരാണ്. അപ്പം പണ്ടത്തെ അവസ്ഥയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികളൊന്നും ഉണ്ടാക്കണേ കാലമല്ല. ഒരുപാട് വെറൈറ്റികളും ഒന്നും ഉണ്ടാക്കി തിന്ന് ജീവിച്ച ഒരു കുടുംബത്തിലത്തെ ആളല്ല ഞാൻ. സാധാ ഇങ്ങനെ ചോറ് കറികളൊക്കെ വെച്ച് തിന്നൊരു കുടുംബത്തിലൊരാളാണ്. എൻ്റെ അമ്മ തീപ്പെട്ടി കമ്പനിയിൽ എൻ്റെ കുട്ടിക്കാലം മുതലേ പോകുന്നുണ്ട്. ആ കാലം തൊട്ട് അങ്ങനെയാണ് ജീവിച്ചത്. അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനൊന്നും എനിക്കിപ്പോഴും അറിയില്ല. സാധാ വീട്ടിലേക്ക് വേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത്രയേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് പോകണമെങ്കിൽ ആ അറിവൊക്കെ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. പക്ഷെ നല്ല നല്ല കുക്കിംഗ് അറിഞ്ഞിരിക്കണോ അത്യാവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതല്ലേ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തോന്നണമെങ്കിൽ അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കണം. പക്ഷെ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ, ഉള്ളത് തുറന്നു പറയാം. അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു ചോറും കറിയും വെച്ചിട്ട് എല്ലാവരും വയറ് നിറയ്ക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമ്മളെ കറി റെഡിയായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ഉണ്ടാക്കി കൊടുത്തു. എന്തൊക്കെയാണ് പറയണേ, ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ചെറിയ എരിക്കുത്തലോ കാര്യങ്ങളുണ്ട്, അത് പോയിക്കോട്ടെ. അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഞാൻ അത് ഓഫാക്കിയിട്ടാണ് നമ്മളെ കറി ഇങ്ങോട്ട് ഇറക്കി വെക്കണം. ഗ്യാസുമ്മൽ തന്നെ വെക്കലില്ല കേട്ടോ, ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒന്ന് ഇറക്കി വെക്കട്ടെ. ആ തുണി ഞാൻ എവിടെയോ കൊണ്ടുപോയിട്ട് ഗൈസ് എപ്പോഴും ഇങ്ങനെ വായയിൽ വരും. എന്താവും അത് പറഞ്ഞിട്ടേ അതിങ്ങനെ വരും. പക്ഷെ അതാണെങ്കിലോ ഒരുപാട് ഇതാണ്. ഇങ്ങനെ കറി ഒന്ന് ഇറക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ ഉപ്പേരിയും കൂടി ആയാൽ മതി. ഇനി ഞാൻ ചോറ് എടുത്തിട്ടെ നായ്ക്കുട്ടികൾക്ക് ചൂടാറാൻ ചോറ് വെക്കട്ടെ. നമ്മൾ അയിലക്കറി ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വെച്ചതാട്ടോ. അപ്പോൾ ചെറിയൊരു അയിലക്കറി വെച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാവട്ടെ. ഞാൻ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ട് ചെറിയൊരു വ്ളോഗ് എടുത്താണ്. ഞാൻ ചോറൊക്കെ കൊടുക്കട്ടെ കേട്ടോ നായ്ക്കുട്ടികൾക്ക്. ഉപ്പേരി അവിടെ കിടന്നായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണണം. ഇനി എനിക്ക് അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്, ആകെ എല്ലാം നിരന്ന് കിടക്കുകയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കാണ്ട്, ഇപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്തത് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും നായ്ക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാനും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലൈവ് ഇടാൻ ഇന്ന് കറണ്ടുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ല എന്നോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ, സീ യു ഗൈസ്.